തെരഞ്ഞെടുപ്പ് ചട്ടം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് ചെയ്യാൻ സാധിക്കുക? തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതിൽ കേസെടുക്കാം, അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു, റിപ്പോർട്ട് തേടിയിരിക്കുന്നു. അതിലപ്പുറം കൂടുതലായൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള. തെരഞ്ഞെടുപ്പിന് ശേഷം വിധി ഈ പറഞ്ഞ മാതിരി ഈ പണം കൊടുത്ത് ഇവർ ജയിച്ചു എന്നാണെങ്കിൽ കോടതിയിൽ പോകാം. പിന്നെ അവർക്ക് ഒരു തരത്തിലും ഈ MLA ആയി കയറാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഉറപ്പായിട്ടും ഈ വാർത്ത വന്നതിന് ശേഷം പാലക്കാട്ടെ ജനങ്ങൾ കൃത്യമായി ചിന്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരാൾക്ക് വോട്ട് ചെയ്യണോ എന്ന് ചിന്തിക്കേണ്ടത്. ആ രൂപത്തിലാണ് ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ഒരുപക്ഷേ ഈ ചരിത്രത്തിൽ ഇത്രയും അധികം ഗംഭീരമായി തെളിവുകൾ പുറത്തു വരുന്ന ആദ്യത്തെ സംഭവമായിരിക്കാം. കേരളത്തിൽ ഇത് നടാടെയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ തന്നെയും BJP പലയിടത്തും ഈ തരത്തിൽ ശ്രമങ്ങൾ നടത്തിയതായിട്ടുള്ള വിവരങ്ങളുണ്ടായിട്ട് തെളിവുകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ തെളിവോടെ പിടിക്കപ്പെടുന്ന ഒരു സംഭവം ഇതാണ്. ഇതൊരു ഈ ശൈലി ഇവിടെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. പാലക്കാട് അത് വലിയ രീതിയിൽ തന്നെ നടത്തിയിരിക്കുന്നു. അതിൻ്റെ തെളിവുകൾ മുഴുവനായി പുറത്തു വരുമ്പോൾ ഒരു തരത്തിലും പറഞ്ഞു നിൽക്കാനാവില്ല. വേറെ ഏതെങ്കിലും BJPയുടെ സംസ്ഥാന നേതാക്കൾ പ്രതികരിച്ചായിരുന്നു നമ്മൾ കണ്ടില്ലല്ലോ. ഇനി പാലക്കാട് ചിത്രം നോക്കൂ. പാലക്കാട് BJP രണ്ട് വഴിക്കാണ്, രണ്ട് ഗ്രൂപ്പാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ ഈ ശ്രമങ്ങൾ ഒരു വശത്ത് ബാക്കി മറുവിഭാഗത്തെ നന്നായി സന്തോഷിപ്പിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. രണ്ട് വനിതാ നേതാക്കൾ അല്ലേ, ശോഭാ സുരേന്ദ്രനും പ്രമീള ശശിധരനും കൂടിയാണ് ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചെന്നുള്ള 2-3 ദിവസമായി നടക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ 3 കോൺഗ്രസ് യുവാക്കൾ അത് പുറത്തെത്തിച്ചിരിക്കുന്നത്. അവിടെ CPM പരാതി കൊടുത്തിട്ടുണ്ട്, കോൺഗ്രസ് പരാതി കൊടുക്കുന്നത്. ഏതായാലും ഡീൽ ആരോപണം എന്നുള്ള ഒരു ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ച ആരോപണം ഏതായാലും പൊളിയുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുക. ഡീൽ അല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനെ തുറന്ന് ഉള്ളി തൊലി പൊളിക്കുന്ന പോലെ പൊളിച്ച് ഇവിടെ കാണിച്ചിരിക്കുകയാണ്. എല്ലാ ജനങ്ങളുടെയും മുന്നിൽ നാണം കെട്ട ഒരു രാഷ്ട്രീയ നേതാവായി ഒരു വനിതാ നേതാവ് മാറിയിരിക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്.